സരോജിനി, മതി. കൺമണി കയറിപ്പോ. നിങ്ങൾ എന്താ പറയുന്നേ? നമ്മുടെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയവളെ ഇനി ഇവിടെ നിർത്താനോ? കാർത്തു വീട്ടിൽ പൊയ്ക്കോ. ശേഷം സോമൻ അകത്തേക്ക് കയറിപ്പോയി. ദേഷ്യത്തോടെ സരോജിനിയും ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷം മറുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സരോജിനി ദേഷ്യത്തോടെ സോമന്റെ മുന്നിലെത്തി. നിങ്ങൾ എന്താ ഈ ചെയ്തേ? എന്താണെന്ന് മനസ്സിലായില്ലേ? നീ ഇങ്ങനെ അലറാതെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. നീ ആ വാതിലടച്ചേ. സരോജിനി വാതിലടച്ചു. കൺമണി ധൃതിയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടേക്ക് സരോജിനി ദേഷ്യത്തോടെ വന്നു. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി ഇവിടെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ കൊന്നുകളയും. ശേഷം അവർ പോയി. ഈശ്വര, അവൾ ദയനീയമായി വിളിച്ചു. സന്ധ്യാസമയം. അവൾ വീടിൻ്റെ പിറകുവശത്ത് നിൽക്കുമ്പോൾ പൊട്ടിച്ചിരിയോടെ സന്തോഷ് അവിടേക്ക് വന്നു. കൺമണി, ഇവിടെ ഇപ്പോൾ ആരുമില്ല.